ഇന്ത്യയിൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ എറണാകുളത്ത് കേരള ഹൈക്കോടതിയുടെ തൊട്ട് പുറകുവശത്തായിട്ട് ചുറ്റിക്കറങ്ങി വരുമ്പോൾ പുറകുവശത്താണ് മംഗളവനം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ത്യ ട്രാവൽ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എറണാകുളത്തുള്ള മംഗളവനം പക്ഷി സങ്കേതത്തിലേക്കാണ് പോകുന്നത്. പണ്ടത്തെ കാലത്തെ പോലെ ധാരാളം പക്ഷികളൊന്നുമില്ല എങ്കിലും ഒരു പാർക്കിലേക്ക് എന്ന വണ്ണം നമ്മൾ അവിടെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടുത്തെ മനോഹരത ആസ്വദിക്കാൻ സാധിക്കും. എല്ലാവരെയും ഞാൻ മംഗളവനം പക്ഷി സങ്കേതത്തിന്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് അങ്ങോട്ട് പോകാം. അതിനു മുമ്പ് എല്ലാവരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ബട്ടൺ കൂടെ ഒന്ന് 2 തവണ ക്ലിക്ക് ചെയ്ത് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങളുടെ എല്ലാ വീഡിയോകളും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ഉടൻ തന്നെ ലഭിക്കുന്നതായിരിക്കും. നമുക്ക് മംഗളവനം പക്ഷി സങ്കേതത്തിന്റെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും സ്വാഗതം. മംഗളവനം പക്ഷി സങ്കേതത്തിന്റെ കാഴ്ചകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഇവിടെയാണ് പ്രവേശന കവാടം. ഈ കാണുന്ന കൗണ്ടറിൽ നിന്നാണ് ടിക്കറ്റ് എടുക്കേണ്ടത്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് സന്ദർശന സമയം. ഇതിനകത്തേക്ക് പ്രവേശിച്ച് ടിക്കറ്റ് എടുത്തതിന് ശേഷം 10 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അകത്തേക്ക് പ്രവേശിച്ച് നേരെ പ്രവേശിക്കുമ്പോൾ തന്നെ ബുദ്ധന്റെ ഒരു പ്രതിമ അവിടെ ഇരിപ്പുണ്ട്. പെപ്പൽ എന്ന് പറയുന്ന ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ബുദ്ധൻ തപസ്സിരുന്നത്. അതുകൊണ്ട് ആ ഒരു വൃക്ഷത്തിന്റെ ചുവട്ടിലാണ് ബുദ്ധ പ്രതിമ വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അങ്ങ് മുമ്പോട്ട് പോവുകയാണെങ്കിൽ മനോഹരമായ കാടുകളും കണ്ടൽ കാടുകളും കാണാൻ സാധിക്കും. ഇവിടെ കുറച്ച് തൈകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത്തി, ഇത്തി, പേരാൽ, അരയാൽ, ഇതെല്ലാം ഓരോ ഭവനത്തിലും നട്ടുപിടിപ്പിക്കേണ്ട ചെടികളാണെന്നാണ് പറയുന്നത്. ഇവിടെ എല്ലാം ഓരോ ചെടികളും നമ്മൾ കാണപ്പെടുന്നുണ്ട്. വളരെ പ്രത്യേകതയുള്ള ഓരോ ചെടികളും വൃക്ഷങ്ങളുമാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ കാണുമ്പോൾ സാധാരണ ഒരു കാട് പോലെ ആണ് നമ്മൾക്ക് അനുഭവപ്പെടുന്നതെങ്കിലും ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെ ഓരോ വൃക്ഷത്തിനും അതിൻ്റെ പേരുകൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെയുള്ള കാടുകളുടെ ആ സവിശേഷത നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. ഇനിയും അങ്ങോട്ട് മുമ്പോട്ട് പോവുകയാണെങ്കിൽ കുട്ടികൾക്ക് ഉല്ലാസത്തിനായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണപ്പെടുന്നത്. കാടിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോകാൻ സാധിക്കത്തില്ല. അവിടെ എല്ലാം നിറയെ ചതുപ്പ് നിറഞ്ഞ കണ്ടൽ കാടുകളാണ്. അതുകൊണ്ട് അതിന്റെ അരികിലൂടെ നമുക്ക് നടന്നു പോകാനുള്ള നടപ്പാതയെല്ലാം ഉണ്ട്. ഇവിടെ ഉള്ള ചില വൃക്ഷങ്ങളിലെല്ലാം നിറയെ വവ്വാലുകളെ കാണപ്പെടും. ഈർച്ചില് വവ്വാൽ എന്നൊക്കെ അറിയപ്പെടുന്ന വളരെ വലിയ വവ്വാലാണ് കാണപ്പെടുന്നത്. ഇവിടെയുള്ള ഫ്രൂട്ട്സുകളും മറ്റുള്ളതെല്ലാം ഭക്ഷിച്ചാണ് ഇവയെല്ലാം ജീവിക്കുന്നത്. ഇതെല്ലാം കുട്ടികൾക്ക് രസത്തിനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തവളകളും മറ്റുള്ളതുമൊക്കെയാണ്. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ സ്കൂളിൽ നിന്ന് ധാരാളം കുട്ടികളെല്ലാം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അനേകര് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്തു പോകുന്നുണ്ട് പല സ്ഥലങ്ങളിൽ നിന്നുമൊക്കെ. ഇവിടെ ഒരറിവുമില്ലാതെ നമ്മൾ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒന്നും നമുക്ക് കാണാൻ സാധിക്കത്തില്ല. 10 മിനിറ്റ് കൊണ്ട്
നമുക്ക് തിരിച്ചു പോകാൻ സാധിക്കും. എന്നാൽ ഇവിടെയുള്ള ഓരോ വൃക്ഷത്തെക്കുറിച്ചും ഓരോ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഭംഗിയായി നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് മനോഹരമായ നല്ലൊരു ഉദ്യാനം കൂടെയാണ്, ഒരു ഗാർഡൻ, ഒരു ബോട്ടാണിക്കൽ ഗാർഡൻ കൂടെയാണ്. ഇത് ബഹുമാനപ്പെട്ട വനം മന്ത്രി ശ്രീ ബിനോയ് വിശ്വം നട്ടുപിടിപ്പിച്ച ഒരു തൈയാണ്. അതും എല്ലാം വളർന്ന് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി അങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ ലക്ഷണമൊത്ത ഒരു വീടില് കിഴക്ക് വശം പേരാൽ, തെക്ക്, അങ്ങനെ വടക്ക്, പടിഞ്ഞാറ്, അങ്ങനെ ഓരോ വൃക്ഷങ്ങളും അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ വീടുകളിലും വൃക്ഷങ്ങൾ, തൈകളെല്ലാം നട്ട് പിടിപ്പിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ ഓരോ കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. ഇത് പേരാൽ ആണ്. ഇതാണ് വളരെ മനോഹരമായ കാര്യം. ഓരോ മനുഷ്യരുടെയും നാള്, നക്ഷത്രം അനുസരിച്ച് ഓരോ വൃക്ഷത്തെയും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൽ ചിലതെല്ലാം വായിക്കാം. ബോർഡെല്ലാം തിരിഞ്ഞും മറിഞ്ഞൊക്കെ ഇരിക്കുന്നതുകൊണ്ട് വ്യക്തമായിട്ടൊന്നും ക്യാമറയിൽ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും മറിഞ്ഞും എല്ലാം ഇരിക്കുക. നിറയെ അഴുക്കെല്ലാം പിടിച്ചിട്ടുണ്ട്. ശരിക്കും ഒരു ക്ലീനിങ് ഒന്നും വേണ്ട രീതിയിലൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ചില ബോർഡുകളൊന്നും നമുക്ക് വായിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇതെല്ലാം ഒരുവിധം ക്ലിയറാണ്. ഒരുപാട് ഇലകളും പിന്നെ ഈ ബോർഡുകളെല്ലാം അഴുക്ക് പിടിച്ച് ഒന്നും വായിക്കാൻ പറ്റാതെ, ക്യാമറയിൽ ഫോട്ടോ എടുത്താൽ ഒന്നും മനസ്സിലാകാത്ത രീതിയിലെല്ലാം വളരെ അഴുക്ക് പിടിച്ച് ഇരിക്കുകയാണ്. വൃത്തിയുടെ കാര്യത്തിൽ വളരെ മോശമാണ്. എന്നാൽ വളരെ മനോഹരമായ, നമ്മളതെല്ലാം മറന്ന് ഇതെല്ലാം ആസ്വദിക്കാനാണെങ്കിൽ നമുക്ക് നല്ല ഒരു നേരമ്പോക്ക് കൂടിയാണ്. ഓരോ നക്ഷത്രങ്ങൾക്കനുസരിച്ച് ഓരോ വൃക്ഷങ്ങളെല്ലാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. രോഹിണിയില് ഞാവൽ, മകയിരത്തിൽ, ഉത്രത്തിൽ ഇത്തി, അവിട്ടത്തിൽ വന്നി, തിരുവോണത്തിൽ എരിക്ക്, ചതയത്തില് കടമ്പ്. ആ ബോർഡുകളൊക്കെ വായിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അഴുക്ക് പിടിച്ചിരിക്കുക. ഒരു 2 മിനിറ്റ് കാര്യമേ ഉള്ളൂ. ഒരു തുണിയിൽ അല്പം വെള്ളമൊക്കെ തുടച്ചാൽ അതെല്ലാം വൃത്തിയാവും. കണ്ടോ, ഫോട്ടോ എടുത്ത് വീഡിയോ പിടിച്ചിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. പൂരിട്ടാതിയില് മാവാണോ ചേമ്പാണോ എന്നറിയത്തില്ല. ചിത്രയില് കുമ്പളമാണെന്ന് തോന്നുന്നു. മകയിരത്തില് കരിങ്ങാലി, ചോതിയില് എന്താണെന്ന് നമുക്ക് മഷിയിട്ട് നോക്കേണ്ടി വരും. എന്തോ ഉണ്ട്. ഇത്രയും ക്യാമറ അടുത്ത് പിടിച്ചിട്ടും വായിക്കാൻ പറ്റുന്നില്ല. ഉത്രട്ടാതിയിലും തദൈവ, നമുക്ക് വായിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ മാതൃഭാഷയാണെങ്കിൽ പോലും വായിക്കാൻ പറ്റാത്ത രീതിയിൽ അഴുക്ക് പിടിച്ച് വളരെ വൃത്തികേടായ രീതിയിലാണ്. വൃത്തിയുടെ കാര്യത്തിൽ രേവതിയില് ഇലിപ്പ, ചോതിയില് എന്തൊക്കെ ഉണ്ട്. ഭരണിയില് നെല്ലിക്ക മരം, തിരുവാതിര കരിമരം. ഇതൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇനി അങ്ങ് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് ധാരാളം ചെടികളെല്ലാം ഉണ്ട്. അതിൻ്റെ പേരുകളൊന്നും എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കും, അതുകൊണ്ടായിരിക്കും അതൊന്നും പേരെഴുതി വെക്കാത്തതെന്ന് തോന്നുന്നു. എന്നാലും എല്ലാവർക്കും, സിറ്റിയിലൊക്കെ വളർന്നവർക്കൊന്നും ഈ ചെടികളോ മരങ്ങളോ ഒന്നും ഉണ്ട്. ഒരു ബോർഡ് നോക്കിക്കേ, ഇത്രയും അടുത്ത് കൊണ്ടുവന്നിട്ട് പോലും ഒന്നും വായിക്കാൻ പറ്റാത്ത രീതിയിൽ അത്രയ്ക്ക് അഴുക്ക് പിടിച്ച് വൃത്തികേടായി കിടക്കുക. വൃത്തി വളരെ കുറവ്. ഒരാൾ നിർത്തി ഒന്ന് തുടക്കാൻ പറഞ്ഞാൽ ഒരു 2 വർഷത്തേക്ക് അത് തെളിഞ്ഞു കിടക്കും.
ഇതൊരു ഏറുമാടമാണ്. നല്ല സ്ട്രോങ് ആയിട്ടെല്ലാം പണിത് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ആരെങ്കിലും പിള്ളേരെല്ലാം കയറി തല്ലം കുത്തി താഴെ വീണ കൈകാലം ഓടിയാതിരിക്കാനാണെന്ന് തോന്നുന്നു അത് കെട്ടി വെച്ചിരിക്കുക. മുകളിലേക്ക് കയറാൻ അനുവാദമില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് അത് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ധാരാളം ഇരിപ്പിടങ്ങളെല്ലാം അവിടെ ഇവിടെ ആയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വലിയൊരു ക്യാൻറ്റീനാണ്. സന്ദർശകരെല്ലാം കുറവായതുകൊണ്ടായിരിക്കാം എല്ലാവരും വന്ന് കണ്ടിട്ട് മോശം അഭിപ്രായം എല്ലാം പറയുന്നതുകൊണ്ടായിരിക്കാം സന്ദർശകരെല്ലാം വളരെ കുറവാണ്. നല്ല ഭംഗിയായി വൃത്തിയായി അല്പം പക്ഷികളെല്ലാം കൊണ്ടുവന്ന് വെച്ച് ഒരു കൂട് കെട്ടിയാണെങ്കിലും ഒക്കെ വെച്ച് ഒന്ന് സംരക്ഷിക്കുകയാണെങ്കിൽ ഇത് നല്ല തിരക്കേറിയ ഒരു സ്ഥലമായിരിക്കും. എല്ലായിടത്തും ഏത് മുക്കിലും മൂലയിലും എറണാകുളത്ത് തിരക്കാണ്. പക്ഷെ ഇവിടെ മാത്രം ആളുകൾ ഇങ്ങോട്ട് വരുന്നില്ല. മംഗളവനം പക്ഷി സങ്കേതം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നുമില്ല എന്നുള്ള രീതിയിൽ ആരും ഇങ്ങോട്ട് പ്രവേശിക്കുന്നില്ല. എല്ലാവരെയും ആകർഷിക്കാനുള്ള രീതിയിൽ എന്തെങ്കിലും നല്ല മരങ്ങളെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കാണാനുള്ള ഒരു വസ്തു എന്ന് വെച്ചാൽ ചൂരൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ആനയും ആനയുടെ കുട്ടിയുമായി കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ഫോറസ്റ്റിന്റെ താമസ സ്ഥലമാണ്. ഓഫീസ് കെട്ടിടങ്ങളൊക്കെയാണ്. അതിലൊന്നും ആരും താമസമൊന്നുമില്ല. ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി. ഇനി അടുത്തൊരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.